കൊച്ചി പോണേക്കരയിലെ വനജ ടീച്ചറുടെ ദുരൂഹമരണം ഒരു നാടിനെ മുഴുവൻ നടുക്കിയിരിക്കുന്നു. പകൽ വീട്ടിൽ ആളനക്കമൊന്നും കേട്ടില്ല. രാത്രിയിൽ കുടുംബാംഗങ്ങൾ എത്തിയപ്പോൾ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന വയോധികയെ. റിട്ടയർഡ് അധ്യാപികയുടെ മരണം കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ? എന്താണ് വനജ ടീച്ചർക്ക് സംഭവിച്ചത്? വീടിനുള്ളിലെ കിടക്കയിൽ രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹത്തിൽ ഒട്ടേറെ മുറിവുകളുണ്ടെന്ന് പോലീസ് പറയുന്നു. പ്രാഥമികമായ പരിശോധനയിൽ കൊലപാതകമെന്നാണ് സംശയം. ഇടപ്പള്ളി പോണേക്കര പ്രതീക്ഷ നഗറിലെ വീട്ടിൽ 70-കാരി വനജ കുടുംബത്തോടൊപ്പമാണ് താമസിച്ചിരുന്നത്. എന്നാൽ വെള്ളിയാഴ്ച പകൽ മുഴുവൻ വനജ വീട്ടിൽ തനിച്ചായിരുന്നു. പിന്നീട് രാത്രി 9:30-ഓടെ ബന്ധുക്കൾ തിരിച്ചെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ ഉടൻ പോലീസിന് വിവരം അറിയിച്ചു. പോലീസ് എത്തി വിശദമായി നടത്തിയ പരിശോധനയിലാണ് കൊലപാതക സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. വനജയുടെ മൃതദേഹത്തിൽ ഒട്ടേറെ മുറിവുകളുണ്ടെന്ന് പോലീസ് പറയുന്നു. മൃതദേഹത്തിനരികിൽ നിന്ന് ഒരു കത്തിയും കണ്ടെത്തിയിട്ടുണ്ട്. മോഷ്ടശ്രമത്തിലൂടെയുള്ള കൊലപാതകം ആണോ എന്ന് പോലീസ് സംശയിക്കുന്നു. കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്തതാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ അന്വേഷണത്തിന് ശേഷമേ കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിക്കാനാവൂ എന്ന് പോലീസ് പറയുന്നു. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി ശാസ്ത്രീയമായ പരിശോധന നടത്തി. ന്യൂസ് 18 കൊച്ചി.